നിർമ്മല എപ്പോ എല്ലാം പറഞ്ഞു തന്നു അല്ലേ? എന്നിട്ട് അവളെവിടെ പോയി? വീട്ടിൽ പോയോ? ചോദിച്ചതിന് ഉത്തരം പറയാമേ. അമ്മ എന്തിനാ പ്രണവുമായിട്ട് വഴക്കിന് പോയത്? പിന്നല്ലാതെ ഇവനെ കുറിച്ച് വായി വരുന്നതൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ ഞാനതൊക്കെ കേട്ടോണ്ട് നിക്കണോ? അവനിട്ടൊന്നും പൊട്ടിക്കേണ്ടി വന്നു എനിക്ക്. അതിന് എന്ത് അനാവശ്യമാ പ്രണവ് പറഞ്ഞത്? അവൻ പറഞ്ഞ എന്തായിരിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൂടിപ്പോയാ ഞാൻ അനാഥനാണെന്ന് പറഞ്ഞു കാണും അവൻ. ശരിയല്ലേ? അതെന്താടാ, അത്ര നിസ്സാര കാര്യമാണോ അത്? നിന്നെ കുറിച്ച് അവനങ്ങനെ പറയാൻ കൊള്ളാവോ? അവൻ എന്നെ അനാഥനെന്ന് വിളിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അമ്മേ. എത്രയോ വട്ടം വിളിച്ചിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ അവൻ ഇറക്കി വിട്ടു. അതെല്ലാം ക്ഷമിച്ചില്ലേ നമ്മള്? ഒക്കെയും സഹിച്ചില്ലേ? പെറ്റമ്മയായ എന്നെ അവൻ നട റോട്ടിലിട്ട് തല്ലിക്കോട്ടെ, ഞാൻ ചിലപ്പോ സഹിച്ചെന്നിരിക്കും. പക്ഷേ നിന്നെ, എടെ മോനെ, നിന്നെ അനാഥനെന്ന് വിളിച്ച അത് കേട്ടോണ്ട് നിൽക്കാൻ പാർവതിക്ക് പറ്റില്ല. അവൻ പറഞ്ഞതൊരു സത്യമല്ലേ? തല്ലി വഴക്കുണ്ടാക്കി ഇതുപോലൊരു ആശുപത്രിയിൽ വന്ന് കിടന്നു കരുതി സത്യം സത്യമല്ലാതായി മാറും അമ്മേ. അമ്മേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഇതെന്താ? എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എടുത്ത് ചെലവാക്കാൻ കാശ് വേണ്ട കയ്യിൽ. അതിന് അമ്മയുടെ താലിമാല തന്നെ അടിച്ച് പണയം വെക്കണമായിരുന്നോ? അമ്മ അമ്മയുടെ താലിമാല പണയം വെച്ച് കഴുത്തിൽ മഞ്ഞ ചരടുമായിട്ട് നടക്കുമ്പോ ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ എന്തർത്ഥമാണ് അമ്മയുള്ളത്? എന്നെ പോലെയാണോ നീ? വയസ്സാം കാലത്ത് എനിക്ക് ഈ സ്വർണ്ണൊക്കെ എന്തിനടി മോളെ? ബാക്കിയുള്ളത് കൂടി വിൽക്കോ പണയം വെക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് ചരട് തന്നെ ധാരാളം. എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. നീ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? വഴക്ക് പറഞ്ഞതല്ല അമ്മ. ഈ കാണിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും എനിക്ക്. നീ സങ്കടപ്പെടാൻ നിൽക്കാതെ പോയി ആ ഡോക്ടറെ കാണാൻ. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്ക്. ഇന്ന് ഡിസ്ചാർജ് ഒക്കെ ആവും, പക്ഷെ നേരെ വീട്ടിലേക്കായിരിക്കില്ല പോകുന്നത്. വീട്ടിലേക്കല്ലാതെ പിന്നെ എവിടേക്കാ പോകുന്നത്? ആദ്യം അമ്മയെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ പോയി കാണണം. അത് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. നിധി, ഞാൻ പോയി ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ നോക്കാം. എന്തുപറ്റി ആന്റി? ആ ബോർഡ് ഉണ്ടെങ്കിൽ ഞെട്ടിപ്പോയോ? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഞാൻ എടുത്ത് കാട്ടിക്കളഞ്ഞു. ശിവാനി എന്റർപ്രൈസസ് എന്ന പേര് മാറ്റുന്ന കാര്യത്തില് പ്രണവ് സമ്മതം മൂളിയതും ഈ ഓഫീസിലെ എല്ലാ ബോർഡുകളും മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിരുന്നു. അല്ല, എങ്ങനെയുണ്ട് ആന്റി? നല്ല നല്ല സൂപ്പർ ആയിട്ടില്ലേ? എനിക്കങ്ങ് വല്ലാത്ത അഭിമാനം തോന്നുക. അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ കിട്ടിയാൽ മാത്രമേ അതിന്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റൂ. ഇതൊക്കെ നിനക്ക് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന അംഗീകാരമല്ലേ? എനിക്ക് കിട്ടുന്ന ഇത്തരം ഭാഗ്യങ്ങൾ പോലും ആന്റിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം. സാറേ, ഈ ബോർഡ് ടേബിളിൽ വെക്കട്ടെ? ശരി, ഇങ്ങട്ടാ ഞാൻ തന്നെ ഇതുകൊണ്ട് ഈ ടേബിളിൽ വെക്കാം. പ്രണവ, സമയം കളയണ്ട. ഐശ്വര്യമായിട്ട് തന്നെ ഈ ചെയർപേഴ്സൺ കസേരയിലേക്ക് വന്നിരിക്കും. എന്തെങ്കിലും നോക്കുന്നേ? വന്നിരിക്കും പ്രണവേ. ഒരു മിനിറ്റ് ശിവാനി. ഈ ചെയർപേഴ്സന്റെ ഈ കസേര ഇരിക്കേണ്ടതേ ഞാനല്ല, വസുന്ധരാന്റിയെ. പ്രണവേ, ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനമൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്പനിയെ ഈ രീതിയിൽ എത്തിക്കുന്നതിന്
ആന്റി എടുത്ത അധ്വാനം ചെറുതൊന്നുമല്ല.